ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു മോര് കറി തയ്യാറാക്കാം. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കതിലേക്ക് വെള്ളരിക്കയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിപ്പമല്ല, ഒത്തിരി ചെറുതുമല്ലാത്തൊരു വലിപ്പത്തിൽ കട്ട് ചെയ്യണം. നമ്മളിതാ പച്ചക്കായയാണ്, അതും ഈ ഒരു വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അത് കുറച്ച് നേരം അരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കണം, ആ കറയൊക്കെ ഒന്ന് പോകാനാണ്. ഇനി ഒരു 3 പച്ചമുളക് ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ച ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. വെള്ളരിക്ക, പച്ചക്കായ, പച്ചമുളക്. ഈ ഇഞ്ചി നമ്മളിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു മോര് കറിയൊക്കെ വെക്കുമ്പോൾ ഒരു ഇഞ്ചി ഇടുമ്പോൾ അതിനൊരു സ്വാദുണ്ട്. പിന്നെ ഒരു 2-3 ദിവസമൊക്കെ ഇരുന്നാലും കേടാവില്ല. അപ്പം നമ്മളൊരു മൺചട്ടിയിൽ ഒഴിച്ചും കൂടെ വയ്ക്കുവാണെങ്കിലുണ്ടല്ലോ, ഒരാഴ്ച വരെ കേടാകാതിരിക്കും. നമുക്ക് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പാകത്തിന് ഉപ്പ്. ഇനി ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാവേ, കുറച്ച് മതി. ഒരു 2 വിസിൽ വരുമ്പോൾ വേകും. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കൂട്ടൊക്കെ വേകുമ്പോഴത്തേന് നമുക്ക് അരയ്ക്കാം. അപ്പോൾ അതിലേക്ക് തേങ്ങ ഇത് 1 മുറി തേങ്ങയാണ്. ഇനി അതിലേക്ക് നമ്മൾ ഈ ചെറിയ ജീരകം ഉണ്ടല്ലോ, ആ ചെറിയ ജീരകം ഒരു ഇച്ചിരി മതി, ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ചൊരു 1/4 ടീസ്പൂണിനാണ്. പിന്നെ ഒരു 2 വെള്ളുള്ളി. എന്നിട്ടിത് നന്നായിട്ട് അരയ്ക്കണം. അപ്പം നമ്മൾ പച്ചമുളക് അതിൽ വേവാൻ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇനി മുളക് വേണ്ട. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടല്ലേ വേവിക്കുന്നത്, അപ്പോൾ ഇത് മാത്രം മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഉടയ്ക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിലും ഉടയ്ക്കാം. പിന്നെ മോര് കറിയാകുമ്പം ചെറിയൊരു കഷ്ണങ്ങളൊക്കെ വേണമല്ലോ. അപ്പം നമുക്കിനി അരച്ച് വെച്ചേക്കുന്നത്, ഈ അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഈ തേങ്ങയെ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു ശർക്കര ഇച്ചിരി വെള്ളം, മിക്സി ഒന്ന് കഴുകിയ ജാറ് കഴുകിയ വെള്ളവും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഒക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് തൈരായിരുന്നു, അപ്പം ഞാനതൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തു. അപ്പോൾ അത് ഈ കുറച്ച് ആ മോരും കൂടി ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് മോര് വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് വേണ്ടല്ലോ, നമുക്ക് കുറച്ച് മതി. ഇനി നമുക്ക് തിളയ്ക്കാൻ പാടില്ല, തിളയ്ക്കുന്നതിന് മുമ്പേ ഓഫാക്കണം. നമ്മുടെ മോര് കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതൊരു കാരണവശാലും തിളയ്ക്കല്ലേ. തിളച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ മോര് വേറെ വെള്ളം വേറെ, അങ്ങനെ മോര് കറി തിളയ്ക്കാൻ പാടില്ല. ഇനി നമുക്കത് ഓഫാക്കാം. നമുക്ക് വറവിടാവേ. അതിന് ചൂടായ ചട്ടിയിലേക്ക് 1 ടീസ്പൂണും ഇച്ചിരി കുറച്ച് മതി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കൊച്ചുള്ളി, ചുവന്ന മുളക്, കറിവേപ്പില നന്നായിട്ട് വഴറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.